ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന നമുക്ക് പ്രമേഹ രോഗികളിൽ ഹാർട്ട് അറ്റാക്കുള്ള സാധ്യത, അതായത് വെദർ ഡയബറ്റിസ് ഈസ് ഈക്വലൻ ടു കൊറോണറി ആർട്ടറി ഡിസീസ്. അതായത് എത്രത്തോളം സാധ്യത പ്രമേഹ രോഗികൾക്ക് അറ്റാക്ക് വരാനുണ്ട്, അതോ മറ്റുള്ളവരായിട്ട് സാധാരണ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രമേഹ രോഗികൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. നമുക്കറിയാം പ്രമേഹ രോഗം കുറച്ച് കാര്യങ്ങൾ നമുക്ക് രക്തക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിസ്, കുറേ നാളായിട്ട് പ്രമേഹ രോഗമുണ്ട്. അപ്പോൾ പിന്നെ കുടുംബപരമായിട്ട് നമുക്ക് പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ രക്തക്കുഴലിൽ നമുക്കറിയാം കൂടുതലായിട്ട് ചേഞ്ചസ് വരും. ഇൻക്രീസ് ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പം കുറച്ച് ചേഞ്ചസ് വെസലിൻ്റെ ഈ രക്തക്കുഴലിൻ്റെ അകത്തുണ്ടാകുന്നു. അഡ്വാൻസ്ഡ് ഗ്ലൈക്കോസിലേഷൻ പ്രൊഡക്ട്സ്, അപ്പം ബ്രേക്ക് ഡൗൺ പ്രൊഡക്ട്സ്, ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രൊഡക്ട്സ് അടിഞ്ഞു കൂടുന്നു. കൂടാതെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നു. അപ്പം ഇൻക്രീസ്ഡ് ആൻറ്റി ഓക്സിഡൻസ്, അപ്പം നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം പല ഫാക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെസൽ വാൾ ചേഞ്ച് വരും, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാനും പ്ലേറ്റഡ് അടിഞ്ഞുകൂടാനും സഹായിക്കും. ഇതാണ് നമുക്ക് പെട്ടെന്ന് ഒരു അറ്റാക്കിന് സാധ്യത ഉണ്ടാകുന്നത്. ഓൾറെഡി നമ്മുടെ രക്തക്കുഴൽ ഒരു 80% 90% കൊളസ്ട്രോൾ അടിഞ്ഞൊരു അതോസ്ക്ലോറിക് പ്ലേക്ക് എന്ന് പറയും, പാറക്കല്ല് പോലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി കിടക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കോസിലേഷൻ പ്രൊഡക്ട്സ്, പിന്നെ ഇൻക്രീസ് ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോൾ ഒരു പ്ലേറ്ററ്റ്സ് എല്ലാം കൂടിച്ചേർന്ന് അടിഞ്ഞുകൂടിയ ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറ്റാക്കിലേക്ക് നീങ്ങും. ഈ ഒരു സാധ്യത നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നതിനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഷുഗർ എത്ര നാളുണ്ട്. അപ്പം ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് ഇതുമായിട്ട് ബന്ധമുണ്ട്. വളരെ നാളായിട്ട് ഷുഗറുകൾക്കാണെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അപ്പം ചെയ്യണമെന്നാൽ നമ്മൾ ലോ ഡോസ് കൊളസ്ട്രോൾ ഗുളിക കഴിക്കാൻ പറയും. ചെറിയ ഡോസ് കൊളസ്ട്രോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊളസ്ട്രോൾ ഫർദർ കൂടാതെ ഡെപ്പോസിഷൻ അതിൻ്റെ അടിഞ്ഞു കൂടുന്ന കുറയ്ക്കും. അങ്ങനെ കാർഡിയോഗ്രാഫിക് സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് UKPD സ്റ്റഡി അല്ലെങ്കിൽ നൈസ് ഗൈഡ്ലൈൻസ് ഒക്കെ അതാണ് പറയുന്നത്. UK നടന്ന പഠനങ്ങളാണ്. അപ്പം ചെറിയൊരു ഡോസ് 5 അല്ലെങ്കിൽ 10 മില്ലിഗ്രാം കൊളസ്ട്രോളിൻ്റെ ഗുളിക, അറ്റോവാസ്റ്റാൻ അല്ലെങ്കിൽ റോസാസ്റ്റാറ്റിൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. അപ്പം പലപ്പോഴും പ്രമേഹ രോഗികൾ നമ്മളോട് ചോദിക്കും, ഡോക്ടർ എനിക്ക് കൊളസ്ട്രോൾ നോർമലാണ്, ഞാൻ ഇതിനാണ് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുക. അപ്പം നമ്മൾ അവരോട് പറയും, ഈ ഗുളിക കൊളസ്ട്രോളിൻ്റെ 5 മില്ലിഗ്രാം 10 മില്ലിഗ്രാം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത നല്ലപോലെ കുറയും. അങ്ങനെ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിച്ചോളാൻ പറയും. അപ്പം കുടുംബപരമായിട്ട് നമുക്ക് അറ്റാക്ക് ഉണ്ട്, അപ്പം ചേട്ടന് അറ്റാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അനിയൻ അറ്റാക്ക് വന്നു, ഫാദറിന് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒരു ആൻറ്റി പ്ലേറ്റഡ് ഏജൻസ് എന്ന് പറയും, എക്കോസ്പിൻ അല്ലെങ്കിൽ ക്ലോപ്ലെറ്റ് കഴിക്കാൻ പറയും. അപ്പം നമുക്ക് ബ്ലഡ് അലിയിപ്പിക്കുന്ന ഗുളികൾ, ബ്ലഡ് കട്ട പിടിക്കാൻ സാധ്യതയില്ലാത്ത ഒഴിവാക്കാൻ വേണ്ടി, ബ്ലഡ് കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ലോ ഡോസ് എക്കോസ്പിന് 75 മില്ലിഗ്രാം അല്ലെങ്കിൽ ക്ലോപ്ലെറ്റ് 75 മില്ലിഗ്രാം കഴിക്കാൻ പറയും. അത് എല്ലാവർക്കും കഴിക്കുന്ന കാര്യമില്ല. വളരെ സ്ട്രോങ് ഹൈ റിസ്ക് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ്, അപ്പോൾ ഹൈ റിസ്ക് ഓഫ് അറ്റാക്കുള്ള ഫാമിലീസിനോട് അവരോട് കഴിക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും നമുക്ക് അറ്റാക്ക് വരികയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം പലപ്പോഴും നമ്മൾ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇപ്പം കൊളസ്ട്രോൾ കൺട്രോൾ നോക്കുന്നതാണ്, പിന്നെ BP കൺട്രോൾ, പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഇങ്ങനെ പല ഫാക്ടർ. പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തിയേ പറ്റും. സ്മോക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്കിങ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോള്, പിന്നെ നമ്മളെ പാരമ്പര്യ ഹെറിഡിറ്ററി ജനറ്റിക് സാധ്യതകൾ, പിന്നെ ഡയബറ്റിസ്, അപ്പം പിന്നെ ഏജ്, ആണുങ്ങൾക്കാണെങ്കിൽ 40 വയസ്സിന് മുകളിൽ നമുക്ക് കാർഡിയാക് റിസ്ക് കൂടും, സ്ത്രീകൾക്കാണെങ്കിൽ 50 വയസ്സിന് മുകളിൽ. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പിന്നെ അത് കൂടാതെ ഒബിസിറ്റി, നമുക്ക് ഒത്തിരി വണ്ണമുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സെഡൻറ്ററി ആക്ടിവിറ്റി, നമ്മൾ വലിയ ആക്റ്റീവ് അല്ല, സെഡൻറ്ററി ജോബാണ്, ഓഫീസിൽ കസേരയിരുന്ന ജോലികളാണ്, വലിയ കട്ടിപ്പണികൾ ചെയ്യുന്നില്ല, എക്സസൈസിന് കുറവുണ്ട്, നമ്മൾ ഒബീസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാർഡിയാക് റിസ്ക് കൂടും. നമ്മുടെ അബ്ഡോമിനൽ സർക്കംഫറൻസ്, നമ്മുടെ വയറിൻ്റെ വണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് കൂടുന്നതിന് നമുക്ക് കാർഡിയാക് റിസ്ക് കൂടും. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം, കൊളസ്ട്രോൾ കുറയ്ക്കണം, ലോ ഡോസ് ഒരു 5 മില്ലിഗ്രാം 10 മില്ലിഗ്രാം കഴിക്കണം. അങ്ങനെയൊക്കെ ഇരുന്നാൽ നമുക്ക് കുറയാം. എന്നിരുന്നാൽ പോലും അതിനെപ്പറ്റി ഒരു തർക്കമുണ്ട്. ഡയബറ്റിസ് കൊറോണറിക്ക് ഇക്വലൻ്റ് ആണോ, അറ്റാക്കിന് ഇക്വലൻ്റ് ആണോ തർക്കമുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡയബറ്റിസ് ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്കിന് ഇക്വലൻ്റ് ഡയബറ്റിസ് പറയാൻ പറ്റില്ല. അത് ചില കണ്ടീഷൻസ്, അതായത് ചില ഫാമിലീസ്, ചില പേഷ്യൻസിന് ഏകദേശം അത് ഈക്വലാണ്. കാരണം ഈ റിസ്ക് ഫാക്ടർ 6 ഉണ്ട്. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പാരമ്പര്യമുണ്ട്, പ്രായമുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ഒബീസാണ്. ഈ 7 റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിസ് ഈസ് ഈക്വലൻ ടു
കൊറോണാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. കാരണം ഡയബറ്റീസും അറ്റാക്കും വരാനുള്ള സാധ്യത ഒരു 100%, 80 തൊട്ട് 100% ഉള്ളതുകൊണ്ട് അത് ഡയബറ്റീസ് വേണമെങ്കിൽ നമുക്ക് കൊറോണയ്ക്ക് ഇക്വലൻ്റാന്ന് പറയും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുക, ഒരു എക്കോ ചെയ്യുക, ഒരു TMT ചെയ്യുക, ECG എടുത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ, ഡോക്ടർ പറയും കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് അലിയിപ്പിക്കുന്ന ഗുളിക കഴിക്കുക, എക്കോസ്പിരിൻ ചെറിയ ഡോസ് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് നമ്മളൊരു TMT ആൻജിയോഗ്രാം ചെയ്ത് നോക്കാൻ പറയും. നമുക്ക് അറ്റാക്ക് വന്നിട്ട് നമ്മളൊരു വെസൽ വാൾ, ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് ഡാമേജ് ഉണ്ടായിട്ട് പിന്നെ പമ്പ് ഫെയിലർ വന്നിട്ട് മരുന്ന് കഴിക്കുക എന്നാൽ അറ്റാക്ക് വരുന്നതിന് മുമ്പ് തടയുന്നതാണ്. ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ TMT ചെയ്ത് നോക്കി സ്ട്രെസ് ടെസ്റ്റ് ചെയ്തിട്ട് TMT പോസിറ്റീവ് ആണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പ്രശ്നമില്ല. പലപ്പോഴും ആൻജിയോഗ്രാം ആൾക്കാർക്ക് അത് പെട്ടെന്ന് ദഹിക്കുകയല്ല, ഡോക്ടർ എന്നാൽ പറയുന്നത് ചെയ്യും. പക്ഷേ നമ്മളതിന് അതിനുമാത്രം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ECG വ്യതിയാനമുണ്ട്. ബ്രദറിന് അല്ലെങ്കിൽ വീട്ടിൽ അറ്റാക്കാറുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കും. TMTയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ല ആൻജിയോഗ്രാം ചെയ്യുന്ന നല്ലത് പറയും. ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ അറ്റാക്കിനെ റിസ്ക് കുറച്ച് നമ്മൾ ഹോസ്പിറ്റൽ കിടക്കുന്ന സമയം ലാഭിച്ച് പൈസയും ലാഭിക്കാൻ പറ്റും. ചെറിയൊരു ലോ ഡോസ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലോ ഡോസ് എക്കോസ്പിരിൻ കഴിക്കുകയാണെങ്കിൽ. അപ്പം ഡയബറ്റീസ് ഒരിക്കലും അറ്റാക്കിന് ഇക്വലൻ്റ് അല്ലെങ്കിലും റിസ്ക് ഫാക്ടറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇക്വലൻസി ഏകദേശം തുല്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ആദ്യമേ അത് കട്ട് ചെയ്യുന്നു, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് ECG വ്യതിയാനം ഉണ്ടെങ്കിൽ നമ്മൾ കാർഡിയോളജിനെ കാണുന്നു, നമ്മൾ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു, HbA1c ഒരു 6-7 ആക്കുന്നു. കൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുന്നു, ലോ കാർബോഹൈഡ്രേറ്റ് ലോ കലോറി ഡയറ്റ്. അതുകൂടാതെ ഒരു പറ്റുന്ന എക്സസൈസ്, നമ്മളൊരു അരമണിക്കൂർ എക്സസൈസ് ഡെയിലി ആഴ്ച 5 ദിവസം ചെയ്യുക, 150 മിനിറ്റ്സ് എക്സസൈസ്. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗികളിൽ കാർഡിയാക് റിസ്ക് കുറയ്ക്കാനും ഒരു കൊറോണയ്ക്ക് ഇക്വലൻ്റ് അല്ലാതെ നമുക്ക് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും. താങ്ക് യു.